എക്സിറ്റ് പോളുകൾ അടപടലം പൊട്ടിത്തകർന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് എന്തു തന്നെയായാലും എക്സിറ്റ് പോൾ നൽകുന്ന ആവേശം ഒന്ന് വേറെ തന്നെയാണ്. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചകൾ സജീവമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് എക്സിറ്റ് പോളുകൾ തന്നെ. കേരളത്തിലും ചർച്ചകൾ തകൃതിയാണ്. ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ UDF നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. LDF ആകട്ടെ മെയ് 4 തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ നിരാശ മറയ്ക്കാനും ശ്രമിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ സ്വാഗതം ചെയ്ത് UDF ക്യാമ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. 80-ന് മുകളിൽ സീറ്റുകളിൽ ജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു പൊതു വിലയിരുത്തൽ. എക്സിറ്റ് പോൾ ഫലം താൻ പറഞ്ഞതിന് സമാനമാണ് എന്ന് PV അൻവറും ഇതിനോട് ചേർന്ന് പ്രതികരിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. അതുകൊണ്ട് UDF സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എക്സിറ്റ് പോള് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ UDF വിജയം പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷത്തെ തകർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഒരു പാർട്ടിയായി CPM മാറ്റാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതിന് കൊടപിടിച്ചതും അതിനോടൊപ്പം നിന്നതും ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ്. അതിന് വളം വെച്ച് കൊടുത്തത് പാർട്ടി സെക്രട്ടറിയാണ്. എന്നാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുകയാണ് LDF നേതാക്കൾ. കേവല ഭൂരിപക്ഷത്തോട് അടുത്തു നിൽക്കുന്ന പ്രവചനം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് LDF വിലയിരുത്തുന്നത്. മൂന്നാമതും ഇടത് ഭരണം തുടരുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് രാഷ്ട്രീയ സാഹചര്യം. അത് തീർച്ചയായും വോട്ട് എണ്ണിയാൽ അത് പ്രതിഫലിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. പൊതുവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്തിനില്ലാതാക്കണം? കാരണം ഇതേ രൂപത്തിലുള്ള എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് LDF ഇപ്പോഴും പൂർണ്ണമായ ശുഭപ്രതീക്ഷയുണ്ട്. എക്സിറ്റ് പോൾ മാത്രമാണ്, അവസാന വാക്കല്ല. ജയിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടവർക്ക് എക്സിറ്റ് പോളുകൾ ജനവികാരവും തോൽക്കുമെന്ന് പറഞ്ഞവർക്ക് എക്സിറ്റ് പോൾ തെറ്റായ പോളുമാണ്. അതുകൊണ്ട് മുൻകാല പോളുകളെയൊക്കെ നിർത്തി സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയുമുണ്ട്. അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, വളരെ ആവേശത്തോടെ UDF ക്യാമ്പ് നിൽക്കുന്നു. ആവേശത്തിന് ഒരു ഇടിവ് തട്ടിയിട്ടുണ്ട് LDF-നെങ്കിലും അവർ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുന്നു. മെയ് 4 ഇതൊന്നും അല്ല ജനങ്ങൾ പറയുന്നത്. മെയ് 4 അത് കൃത്യമായിട്ട് അറിയുമെന്നാണ്. ഈ രണ്ട് മുന്നണിയിലെയും ചർച്ചകൾ എങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചു പോകുന്നത്? വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മുതൽ തന്നെ UDF മുഖ്യമന്ത്രി ചർച്ചയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചയും ഒക്കെ ആരംഭിച്ചതാണ്. ഇടത് ക്യാമ്പിലെ ചർച്ചയാണെങ്കിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഒരു 75 സീറ്റിലൊക്കെ കടന്നുകൂടി പോകാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഇടത് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സർവേയും പറഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം ചില സർവേകൾ മാത്രമാണ് അങ്ങനെ ഏകപക്ഷീയമായി UDF വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും LDF വലിയൊരു തകർച്ച ഉണ്ടാകുന്ന പ്രവചനങ്ങൾ ഉണ്ടാകുന്നില്ല. ഏകദേശം 60-ന് മുകളിൽ 65-ന് മുകളിൽ എല്ലാ സർവേയിലും LDF സീറ്റ് പ്രവചിക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഈ അവശേഷിക്കുന്ന അധികാരത്തിലേക്ക് എത്താൻ പരിമിതത്തിനുള്ള സീറ്റുകൾ കൂടി ലഭിച്ച് ഒരു 75 സീറ്റിലേക്ക് അധികാരത്തിൽ തുടരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇടത് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. UDF ക്യാമ്പിലാണെങ്കിൽ അവർക്ക് 80-ൽ താഴ്ന്ന ചർച്ചയേ ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന ചില സർവേകളിലൊക്കെ UDF കഷ്ടി കടന്നുകൂടാൻ പരിമിതത്തിനുള്ള സർവേ റിസൾട്ടുകളാണ് വരുന്നത്. ഇന്നിപ്പോൾ വരുന്ന ടുഡേസ് ചാണക്യയുടെ സർവേ അനുസരിച്ചാണെങ്കിൽ 73 വരെ സീറ്റൊക്കെ LDF ലഭിക്കാം എന്നുള്ള തരത്തിലാണ് ആ സർവേയിൽ പറഞ്ഞു വെക്കുന്നത്. നല്ല ശക്തമായ മത്സരം, ബലാബലം എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന ടുഡേസ് ചാണക്യയുടെ സർവേയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും LDF ഒരു നിരാശയൊക്കെ ഉണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു സർവേ ഫലം അല്ല. അവർക്കും പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ പരുവത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗോവിന്ദ് മാഷ്ക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് സർവേ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനാരെ എന്ന ചോദ്യത്തിന് ആളുകൾ പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നെങ്ങനെ പറയാൻ കഴിയും? അധികാരത്തിൽ തുടരും എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഒരു നിരാശ എന്തായാലും ഇടത് ക്യാമ്പിന് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വന്നാൽ UDF ക്യാമ്പിലാണെങ്കിൽ വലിയ ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നു. സർവേക്കും അപ്പുറത്തേക്കുള്ളൊരു ഫലം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഇന്നിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. NDA ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ NDAക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ് പുറത്തു വന്നിരിക്കുന്നത്. പല എക്സിറ്റ് പോളുകളിലും 8-9 സീറ്റുകൾ വരെ NDAക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. അതില്ല എങ്കിൽ പോലും 5 സീറ്റിൽ വരെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്
സാധ്യതയുണ്ട് എന്ന് NDA ക്യാമ്പ് വിലയിരുത്തുകയാണ്. അതിൽ 2 സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് വിജയം ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും NDA ക്യാമ്പിലെ ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ശരി, എന്തായാലും ചർച്ചകൾ നടക്കട്ടെ. 3-4 ദിവസം ഇതൊരു രസമുള്ള ചർച്ചയാണല്ലോ. 4-ാം തീയതി വരെ അത് തുടരട്ടെ.